ഹലോ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സ്വപ്നത്തിലുള്ളൊരു വെക്കേഷൻ, അതും ഒരു ടെൻഷനുമില്ലാതെ പെർഫെക്റ്റായി പ്ലാൻ ചെയ്താലോ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും ഇടയ്ക്കെങ്കിലും ആഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ ഇത്? ഒരു തലവേദനയുമില്ലാത്ത ഒരു അടിപൊളി യാത്ര. എല്ലാം വേറൊരാള് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരുന്നു, നമ്മൾ പോയി എൻജോയ് ചെയ്താൽ മാത്രം മതി. ആഹാ, അങ്ങനെയൊരു യാത്ര ബാലിയിൽ സാധ്യമാക്കുന്ന ഒരു കിടിലൻ പാക്കേജിനെക്കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ യാത്രയെ ഇത്ര സ്പെഷ്യലാക്കുന്നത്? സിമ്പിളാണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട. 4 രാത്രി അടിപൊളി ഒരു 4 സ്റ്റാർ ഹോട്ടലിലെ താമസം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോരാത്തതിന് ഓരോ സ്ഥലത്തും കൊണ്ടുപോവാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒരു പ്രൈവറ്റ് ഗൈഡും സ്വന്തമായൊരു വണ്ടിയും എല്ലാം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നു. വേറെ ലെവലല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ യാത്രയുടെ തുടക്കം എങ്ങനെയാണെന്ന് നോക്കാം, അല്ലേ? നിങ്ങൾ ബാലിയിൽ കാലുകുത്തുന്ന ആ നിമിഷം മുതൽ എത്ര സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് കാണാം. 1-ാം ദിവസം നിങ്ങൾ എയർപോർട്ടിലെത്തുന്നു. അവിടെ നിന്ന് നേരെ പോകുന്നത് ഉച്ചഭക്ഷണത്തിനാണ്. അതിനുശേഷം ബാലിനീസ് കൾച്ചറിന്റെ ഒരു ഗംഭീര കാഴ്ചയായ ഗരുഡ വിഷ്ണു കെൻഖാന പാർക്കിലേക്ക്, അതായത് GWK കൾച്ചറൽ പാർക്ക്. അവിടെയൊക്കെ കറങ്ങി ആദ്യത്തെ എക്സ്പീരിയൻസ് ഒക്കെ എൻജോയ് ചെയ്തതിനു ശേഷം മാത്രം നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യാം. ഒരു തിരക്കുമില്ല, ഒരു ബഹളവുമില്ല. ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ട്. അപ്പോ നിങ്ങളുടെ ആദ്യത്തെ അഡ്വഞ്ചർ തുടങ്ങുന്നത് തന്നെ ഈ ഗംഭീരമായ GWK കൾച്ചറൽ പാർക്കിൽ നിന്നാണ്. ബാലിയിലെ കൾച്ചർ എന്താണെന്ന് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാം. വരാനിരിക്കുന്ന ദിവസങ്ങൾ എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരിക്കുമെന്നതിന്റെ ഒരു ചെറിയ ടീസറാണെന്ന് വേണമെങ്കിൽ പറയാം. ശരി, ഇനി നമുക്ക് യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ബാലി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ആ മനോഹരമായ കടൽ തീരങ്ങളും അവിടുത്തെ പുണ്യസ്ഥലങ്ങളുമൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കടലിൽ ഇറങ്ങിയാൽ പിന്നെ കുറച്ച് ആക്ഷൻ വേണ്ടേ? ബാലിയിലെ ആ ഫേമസ് ബീച്ചുകളിലൂടെ ഒരു ബനാന ബോട്ട് റൈഡ്, ആ തിരമാലകളിലൂടെയുള്ള ആ ഒരു പോക്കുണ്ടല്ലോ, ശരിക്കും നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു ത്രില്ലിംഗ് അനുഭവമായിരിക്കും അത്. ഒന്ന് കണ്ണടച്ച് സങ്കൽപ്പിച്ചു നോക്കിക്കേ, നിങ്ങളൊരു വലിയ പാറക്കെട്ടിന്റെ മുകളിലാണ്. താഴെ കടൽ അലറിയടിക്കുന്നു. ആ ഉലുവത്ത് ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഓറഞ്ച് നിറത്തിൽ സൂര്യൻ പതുക്കെ കടലിലേക്ക് താഴ്ന്നു പോകുന്ന ആ കാഴ്ച ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. ബാലിയിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ളൊരു കാഴ്ചയാണിത്. തടാകത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് പോലെ തോന്നിക്കുന്ന ഈ ഉലുന്ദാനു ബെരാത്തൻ ക്ഷേത്രം, അവിടുത്തെ ആ ശാന്തമായ അന്തരീക്ഷം നിങ്ങളുടെ മനസ്സിന് നല്ലൊരു റിലാക്സേഷൻ തരും, ഉറപ്പാണ്. ഇന്നത്തെ കാലത്ത് യാത്ര പോയാൽ നല്ല ഫോട്ടോസ് എടുക്കാതെ പറ്റുമോ? നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫീഡിനു വേണ്ടിയുള്ള പെർഫെക്റ്റ് ഷോട്ട് എടുക്കാൻ പറ്റിയ ഒരിടമുണ്ട്. ബാലിയിലെ ഏറ്റവും ഫേമസ് ആയ ഫോട്ടോ സ്പോട്ടുകളിലൊന്നാണ് ഈ ഹന്തരഗീറ്റ്. ഇവിടെ നിന്നൊരു ഫോട്ടോ മസ്റ്റാണ്. കടലിനോട് ചേർന്നുള്ള മറ്റൊരത്ഭുതം, പാറക്കെട്ടുകൾക്ക് മുകളിൽ നിൽക്കുന്ന ടാനാലോട്ട് ക്ഷേത്രം. വേലിയേറ്റം വരുമ്പോൾ ഈ ക്ഷേത്രത്തിനു ചുറ്റും വെള്ളം നിറയും. ശരിക്കും ഒരു മാജിക്കൽ കാഴ്ചയാണത്. മിസ് ചെയ്യാൻ പാടില്ലാത്തൊരിടം. ഓക്കേ, അപ്പൊ ബീച്ചും കടലുമൊക്കെ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ബാലി ദ്വീപിന്റെ ഹൃദയഭാഗത്തേക്കാണ്. പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ബാലി അനുഭവിക്കാൻ റെഡിയായിക്കോളൂ. 4-ാം ദിവസം ഒരു പ്രത്യേക ദിവസമാണ്. നമ്മൾ ബാലിയുടെ ഉൾനാടുകളിലേക്ക് പോവുകയാണ്. ആദ്യം കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പച്ചപ്പണിഞ്ഞ നെൽവയലുകൾ, അവിടെ നിന്ന് നേരെ കിണ്ടാമണി അഗ്നിപർവ്വതത്തിന്റെ ഗാംഭീര്യത്തിലേക്ക്. ശേഷം അവിടുത്തെ ലോക്കൽ പ്ലാന്റേഷനിൽ നിന്ന് ഫ്രഷ് കോഫി ടേസ്റ്റ് ചെയ്യാം. അവസാനം ഒരു പുണ്യനീരുറവയുള്ള ക്ഷേത്രത്തിൽ പോയി മനസ്സിനും ശരീരത്തിനും ഒരു ഫ്രഷ്നെസ്. ഒരൊറ്റ ദിവസം കൊണ്ട് ബാലിയുടെ എത്രയെത്ര മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ദിവസത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിണ്ടാമണി വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ച തന്നെയാണ്. മുകളിൽ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ആ വലിയ അഗ്നിപർവ്വതം, താഴെ ശാന്തമായൊരു തടാകം. ശരിക്കും ഒരു പെയിന്റിംഗ് പോലെ തോന്നും, കണ്ണെടുക്കാൻ തോന്നില്ല. യാത്ര പോകുമ്പോൾ പലർക്കും ഒരു ടെൻഷൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരിക്കും, അല്ലേ? ഇവിടെ അതിന് ഒരു പേടിയും വേണ്ട. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ 4 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് തന്നെ. ഉച്ചയ്ക്ക് ബാലിയിലെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാൻ നല്ല റെസ്റ്റോറന്റുകൾ. ഇനി രാത്രിയിലോ? നമുക്ക് പരിചയമുള്ള ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത ഇന്ത്യൻ റെസ്റ്റോറന്റുകളും ഈ പാക്കേജിലുണ്ട്. സോ ഫുഡിന്റെ കാര്യം സോർട്ടഡ് ആണ്. ഈ യാത്രയെ ശരിക്കും നിങ്ങളുടെ സ്വന്തം യാത്രയാക്കുന്നത് എന്താണെന്നറിയോ? ഇതിന്റെ പ്രൈവസി തന്നെയാണ്. വേറെ ആരെയും കാത്തു നിൽക്കണ്ട, ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഓടണ്ട. നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും മാത്രമായി ഒരു വണ്ടി, ഓരോ സ്ഥലത്തെക്കുറിച്ചും പറഞ്ഞു തരാൻ നിങ്ങളുടെ കൂടെ തന്നെ ഒരു ഗൈഡ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സ്പീഡിൽ ബാലി ആസ്വദിക്കാം. ഇതിലും വലുതായി എന്തു വേണം? വെറും
5 ദിവസങ്ങൾ. ഈ 5 ദിവസം കൊണ്ട് നിങ്ങൾ ബാലിയിലെ ഏറ്റവും മികച്ച അനുഭവങ്ങൾ സ്വന്തമാക്കും. ഇത് വെറുമൊരു യാത്രയായിരിക്കില്ല, ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരു പിടി നല്ല ഓർമ്മകളായിരിക്കും. അപ്പോ ഇതാണ് നിങ്ങളുടെ യാത്രയുടെ ഒരു രൂപം. ഇത് വെറുതെ കുറച്ച് സ്ഥലങ്ങൾ പോയി കാണുന്ന ഒരു ലിസ്റ്റ് മാത്രമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി ഓർമ്മകളുണ്ടാക്കാനുള്ള ഒരു അവസരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രിപ്പ് എന്നതിലുപരി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ കഥയുടെ തുടക്കമായിരിക്കും. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുന്ന, മറ്റുള്ളവരോട് ആവേശത്തോടെ പറയുന്ന ഒരു കിടിലൻ കഥ. അപ്പോ നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ സ്വന്തം ബാലി കഥ എഴുതാൻ, ജീവിതത്തിലെ പുതിയൊരധ്യായം തുടങ്ങാൻ?